എയിംസ് വേണമെന്നുള്ളത് നാടിൻ്റെ ഒരു ആവശ്യമാണ്. അത് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഗവൺമെൻറ് ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കും. സർക്കാരിൻ്റെ ഭൂമി ഒരുപാടുള്ളൊരു സ്ഥലമാണ് ചാലക്കുടി. അതെ. അപ്പോൾ കൊരട്ടിയിൽ നമുക്ക് സെൻട്രൽ പ്രസിൻ്റെ സ്ഥലം കിടക്കുന്നുണ്ട്, മധുര കോട്ട്സിൻ്റെ സ്ഥലമുണ്ട്, ഗാന്ധിനഗർ ഗാന്ധിഗ്രാം ഹോസ്പിറ്റലിൻ്റെ സ്ഥലം ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലം നമുക്കുണ്ട്. ഒരു എയിംസ് എന്തുകൊണ്ടും നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുമ്പോൾ അതിനനുയോജ്യമായിട്ടൊരു സ്ഥലമാണ്. സെൻട്രൽ ഗവൺമെൻറ് എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ, പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ വെള്ളം ഉണ്ടാകണം, റോഡ് സൗകര്യം ഉണ്ടാകണം, അനുയോജ്യമായ ഭൂമി എന്നുള്ളതാണ്. ഇതെല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എയിംസ് അപ്പോൾ ചാലക്കുടിക്ക് കിട്ടുമോ? കേരളത്തിൻ്റെ മധ്യഭാഗമാണ്. കാസർഗോഡ് നിന്നാണെങ്കിലും തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും കോയമ്പത്തൂരിൽ നിന്നാണെങ്കിലും ഒക്കെ ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നൊരു സ്ഥലമാണ് കൊരട്ടി എന്ന് പറഞ്ഞാൽ. ഐഡിയൽ പ്ലേസ് ആണ്. എയർപോർട്ട് അടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ചാലക്കുടി പുഴ സമൃദ്ധമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. സർക്കാരിന് ഒരു സ്ഥലം പോലും അക്വയർ ചെയ്യാതെ ഭൂമി അക്വിസിഷനാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും തടസ്സമായിട്ട് നിൽക്കുന്നത്. ഒരു സെൻറ്റ് ഭൂമി പോലും അക്വയർ ചെയ്യാതെ കൊടുക്കാൻ പറ്റും. അത് സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ തന്നെ അത്രയും ഭൂമി അവിടെ ഉണ്ട്. 75 ഏക്കറോളം ഭൂമി അവരുടെ കയ്യിലുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റോട് സഹകരിച്ചാൽ ഈ പറയുന്ന മാനദണ്ഡത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയുന്ന സാഹചര്യമുണ്ട്. എയിംസ് വേണമെന്നുള്ളത് നാടിൻ്റെ ഒരു ആവശ്യമാണ്. അത് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഗവൺമെൻറ് ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കും. അത് എയിംസ് എല്ലാവർക്കും സൗകര്യമായ സ്ഥലം ആണത്. ശ്രമങ്ങൾ എന്തായാലും നടത്തും. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും എയിംസ്. അത്രയധികം വിവാദങ്ങൾ വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റും കൂടിയാണല്ലോ. ചാലക്കുടിയുടെ ജനപ്രതി എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി ഞാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. അതിനുവേണ്ടി ഗവൺമെൻറ്റിൽ കൊണ്ടുവരും, കേന്ദ്ര ഗവൺമെൻറ് നിവേദനങ്ങൾ കൊടുക്കും. ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യും.